ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ഇന്ന് കുറച്ച് സിനിമാ വിശേഷങ്ങളാണ്. കുറേ ട്രെയിലർ റിയാക്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ട്രെയിലർ ജൂലൈ 15 മുതൽ പുതിയ യൂട്യൂബ് നിയമ പ്രകാരം നമ്മളങ്ങനെ ട്രെയിലർ റിയാക്ഷൻ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പാടില്ലെന്നോ AI കോണ്ടൻറ്റ് ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ കുറേ പരിപാടികൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ മുമ്പേ അങ്ങനെ ഭയങ്കരമായി ചെയ്തിട്ടില്ല. ട്രെയിലർ റിയാക്ഷനൊക്കെ ബേസിക്കലി ഞാൻ ജസ്റ്റ് കണ്ടിട്ട് അതിനെ റിയാക്ട് ചെയ്യാറേ ഉള്ളൂ. അതും എനിക്ക് ഭയങ്കര ഇമ്പ്രസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര റിലവൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ അടുത്ത് കണ്ടത് മാരീഷൻ, ഫഹദ് ഫാസിൽ, വടിവേലു, പിന്നെ ആരായിരുന്നു, കോവൈ സരള, വിവേക് പ്രസന്ന, ഇവരെല്ലാം അഭിനയിക്കുന്ന പടം ഡയറക്റ്റഡ് ബൈ സുധീഷ് ശങ്കർ. ഈ സുധീഷ് ശങ്കറിൻ്റെ ഫിലിമോഗ്രാഫി ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. വില്ലാളി വീരൻ, പിന്നെ കുറേ ഭക്തി സീരിയൽസ്, അതൊക്കെ ചെയ്തൊരാൾ. ഒരു പക്ഷേ IMDbക്ക് തെറ്റുപറ്റിയതാവാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പുള്ളിയുടെ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും പറയുക. നെയിം ഇസ് സുധീഷ് ശങ്കർ. കാരണം ഒരു ഡയറക്ടർ ഇങ്ങനൊരു പടവുമായിട്ട് വരുമ്പോൾ അതൊരു വൺ സ്റ്റാർ കാസ്റ്റ് അല്ലേ. കാരണം ഇതിനു മുമ്പുള്ള ഏതായിരുന്നു, മാവീരൻ, അത്രയും വലിയ ഹിറ്റായിരുന്നു. അതിൽ ഇവരുടെ രണ്ടുപേരുടെയും റൈവൽറി ഭയങ്കര രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് വടിവേലിൻ്റെയും ഫഹദ് ഫാസിലിൻ്റെയും. അപ്പോൾ അവരൊരുമിച്ചൊരു കോമ്പിനേഷൻ റോളിൽ വരുമ്പോൾ രസമുണ്ട്. ഇതിൻ്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ട്രെയിലർ ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ട്രെയിലറിൽ ഇതിൻ്റെ ഒട്ടുമുക്കാൽ കഥയും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് സ്റ്റാർട്ട് ടു ഫിനിഷ്, ലിറ്ററലി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാർട്ട് ടു ഫിനിഷ് ആ സിനിമയുടെ മുഴുവൻ കഥയും അതിനകത്തുണ്ട്. അൾഷിമേഴ്സ് രോഗം ഇങ്ങനെ മൂർച്ഛിച്ച് വരുന്ന ഒരു ക്യാരക്ടറായിട്ട് വടിവേല്, പുള്ളിയെ ഒരു യാത്രയിൽ കൂടെ കൂട്ടുന്നു ഫഹദ് ഫാസിൽ. കള്ളനായിട്ട് ആദ്യമേ സീൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഫഹദ് ഫാസിലിൻ്റെയും വിവേക് പ്രസന്ന എന്ന് പറഞ്ഞൊരു വേറൊരു നടനുണ്ട്. പുള്ളിയും അടിപൊളിയാണ്. മറ്റേ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. നെയ്തമാൻ, ഒരു കഥ സൊല്ലട്ടുമാ സാർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിജയ് സേതുപതി വരുന്നൊരു മൂവി ഉണ്ടല്ലോ, അതിൽ പുള്ളി ഒരു വില്ലൻ റോൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത്. അപ്പം നല്ല സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. പക്ഷേ അവസാനം എനിക്ക് തോന്നുന്നു ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് പുള്ളി കള്ളത്തരങ്ങളെല്ലാം വിട്ടിട്ട് അവസാനം വടിവേലിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ കഥ എൻഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു ജേണി ആയിരിക്കാം ഒരു പക്ഷേ ഇതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളത്. ഓൾറെഡി ഈ ഇടയ്ക്ക് പറന്ത് പോ എന്ന് പറഞ്ഞിട്ടൊരു ജേണി ബേസ് ചെയ്തിട്ട് ആ ജേണിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ കാണിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പം ഇതെങ്ങനെയാകും വരാൻ പോകുന്നതെന്ന് അറിയില്ല. തീർച്ചയായിട്ടും എക്സൈറ്റഡ് ആണ്. കാരണം രണ്ടുപേരും നല്ല പെർഫോമേഴ്സാണ്. അപ്പം കട്ട വെയിറ്റിംഗ് ഫോർ ദിസ് വൺ. തൊട്ടടുത്തായിട്ട് കണ്ട ട്രെയിലറായിരുന്നു ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ആദ്യം വെറും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയായിരുന്നു. എന്തായാലും ജൂലൈ 17 റിലീസുണ്ട്. ഞാൻ അപ്പം തന്നെ വില്ലേജ് സിനിമാസ്, ഞങ്ങളുടെ മെൽബണിലെ ഒരു മെയിൻ ചെയിൻ ഓഫ് സിനിമാസാണ്, അതിൽ കയറി നോക്കി. ഭാഗ്യത്തിന് ഇവിടെയും റിലീസുണ്ട്. പക്ഷേ അതിൻ്റെ ആഡ്സ് ഒന്നും ഫേസ്ബുക്കിൽ കണ്ടില്ല. എനിവേസ് എക്സൈറ്റഡ് ആണ്. കാരണം നാട്ടിൽ റിലീസാവുന്ന അതേ സമയത്ത് തന്നെ എനിക്ക് ഇവിടെയും കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ട് തീർച്ചയായിട്ടും വരാം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് ഹിന്ദുത്വ എന്ന രീതിയിൽ പൊക്കോണ്ടിരുന്നൊരു പടമാണ്. സുരേഷ് ഗോപി മൗനം പാലിച്ചു. ഓഫ് കോഴ്സ് അവരുടെ ഇഷ്ടം. പക്ഷേ ഇങ്ങനെ ഒരു സിനിമയ്ക്കൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. സിനിമയായി എടുക്കാൻ ആർക്കും ഇപ്പോഴും കഴിയുന്നില്ല. ഒരുപാട് എന്താ പറയുക, വികാരങ്ങൾ വ്രണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ ഒരു പ്രശ്നമാണ്. പക്ഷേ നമുക്ക് സിനിമ എങ്ങനെയാണെന്ന് നോക്കാം. പക്ഷേ സിനിമയിൽ പെട്ടെന്ന് ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും അങ്ങോട്ട് ഡീകോഡിങ് ശരിക്കും എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ബട്ട് സ്റ്റിൽ സുരേഷ് ഗോപി ഇപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ആദ്യം സ്ട്രൈക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കണ്ട ഒരു നല്ല കോർട്ട് റൂം ഡ്രാമ എന്ന് പറയുന്നത് നേരാണ്. അതിലൊരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കോർട്ട് റൂം ഡ്രാമയാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നതും കണ്ടവരും കേട്ടവരും എല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ കോടതിയിൽ ക്ഷോഭങ്ങളോടുകൂടിയുള്ള ഡയലോഗ് ഡെലിവറീസ് ഇല്ല. അതിൻ്റെ പ്രസൻറ്റേഷൻ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണോ സുരേഷ് ഗോപി അതിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്? കാരണം നമ്മളിങ്ങനെ റിയലിസ്റ്റിക് കണ്ട് ആ മീറ്ററിൽ നിന്നിട്ട് ഇപ്പോൾ നരസിംഹത്തിലെ മമ്മൂക്കയെ പോലെ ഐ പിറ്റി യു ഫോർ ദ ഡേർട്ടി പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് അതേ ശൈലിയിൽ സുരേഷ് ഏട്ടൻ വരികയാണെങ്കിൽ ഇനി ഇപ്പോഴത്തെ ഓഡിയൻസിന് അത് സെറ്റാവുമോ അറിയില്ല. പിന്നെ ട്രെയിലറിൽ പുള്ളി തലങ്ങും വിലങ്ങും എടുത്തിട്ട് രണ്ട് തലൊക്കെ തല്ലുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ജാനകി വാദിയായിട്ട് വരുന്നു. വാദിഭാഗത്തിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപി വരുന്നു. എല്ലാവരും ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര പ്രഗത്ഭനായ വക്കീൽ തന്നെയാണ്. താങ്ക്ഫുള്ളി ഇതിന് വക്കീലിന് വലിയ ട്രോമയൊന്നുമില്ല. പുള്ളി സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് വാദിക്കുന്ന രീതിയിലാണ് സോഫാർ കാണുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ജാനകിയുടെ അച്ഛനെന്തോ പ്രശ്നം പറ്റുകയും അതിന്
ജാനകി സ്റ്റേറ്റിനെതിരെ കേസ് കൊടുക്കുന്നതും ഒക്കെയാണെന്ന് തോന്നുന്നു ഇതിവൃത്തം. എനിവേയ്സ്, ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഇപ്പോൾ ഈ വെള്ളിയാഴ്ച തന്നെ കാണാം, അതാണ് എക്സൈറ്റ്മെൻറ്റ്. അടുത്തതായിട്ട് കോഹ്ലി സിനിമയുടെ അപ്ഡേറ്റാണ്. ഓഗസ്റ്റ് 15 റിലീസാണ്. പക്ഷേ ഓഗസ്റ്റ് 2 ട്രെയിലർ റിലീസുണ്ടാവും എന്ന് ലോകേഷ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്ന് അനുപമ ചോപ്രയായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫുൾ ഡീറ്റെയിൽസ് കോഹ്ലിയുടെ പറയുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. ഇതിൻ്റെ ഹോൾ പ്രോസസ്സ്, എങ്ങനെ നാഗാർജുന, അമീർ ഖാൻ അങ്ങനെയുള്ള ആക്ടേഴ്സിനെ ഇവർ അപ്രോച്ച് ചെയ്തത്, സൗബിൻ അവരെയൊക്കെ മറ്റ് സിനിമകളിൽ പോവാതെ എങ്ങനെ പിടിച്ചു വെച്ചു, അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് അവരുടെ പെർമിഷനോട് കൂടി എങ്ങനെ അതെല്ലാം ചെയ്തെടുത്തു. അപ്പോൾ ഇതിൻ്റെ ഹോൾ പ്രോസസ്സ്. അപ്പോൾ പുള്ളി ഓഗസ്റ്റ് 15 ഇതിൻ്റെ സ്ട്രെസ്സ് കാരണം ചിലപ്പം രാജ്യം വിട്ട് വേറെ എവിടെയെങ്കിലും പോയി റിലാക്സ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടികളും, അങ്ങനെ ഒരു നല്ലൊരു ഓപ്പൺ ഡിസ്കഷനായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ കണ്ടു നോക്കുക. കോഹ്ലി സിനിമയുടെ അപ്ഡേറ്റ്സ് കാത്തിരിക്കുന്നവർക്ക് അതൊരു നല്ല പാക്കേജാണ്. അത്യാവശ്യം എല്ലാ മേഖലയിലും ടച്ച് ചെയ്ത ഒരു നല്ല ഇൻ്റർവ്യൂ. അനുപമ ചോപ്രയുടെ ഇൻ്റർവ്യൂസ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി മൂവി അപ്ഡേറ്റ്സ് ഫോർ ടുഡേ. ഇതൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ട, എനിക്ക് കണ്ടിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നിച്ച ന്യൂസുകൾ. നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ സീ യു.